Hi dears, Assalamu alaikum, welcome back. ഈ ഒരു വ്ളോഗ് കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതാണ്. ലാസ്റ്റ് വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയണ്ടായിരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ദോഹ പോർട്ടിലിരുന്ന് സ്റ്റേ ചെയ്തിരുന്നതെന്ന്. ഇപ്പൊ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ടാ. പക്ഷെ ആ ഒരു സമയത്ത് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണത്. ഇതിന് മുന്നത്തെ വ്ളോഗിൽ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തിരുന്ന റൂമൊന്ന് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ വേറെ റൂമിലേക്ക് ചേഞ്ച് ആവുകയാണ്. ഇതൊക്കെ നാട്ടിൽ നിന്ന് കസിൻ വരുമ്പോൾ ഉമ്മ കൊടുത്തയച്ചതാണ്. പിന്നെ ഈ റൂമിൽ നമ്മൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ആ ഒരു സമയത്ത് കുറച്ച് തിരക്കായതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതും 2 BHK തന്നെയാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലത്തെ ഒരു വ്യൂ ആണ് ഇത്. ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ നല്ലോണം മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മോനക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ, മോൾക്കില്ല കേട്ടോ. അപ്പം മോനെ വേഗം സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കുള്ള ലഞ്ചിന്റെ പരിപാടിക്ക് നിന്നോട്ടാ. കാരണം ഇന്ന് നമ്മളുടെ റൂമിലൊന്ന് പോണായിരുന്നു, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ മോന് സ്കൂൾ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാമെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഫുഡ് ആക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ചോറുണ്ടാക്കി. പിന്നെ അതിലേക്ക് വേഗം തന്നെ കോഴിമുട്ട പൊരിച്ചു വിട്ടാം. പിന്നെന്താ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വഴുതനങ്ങ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിലിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ പരിപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് കറിയും വെച്ചു വിട്ടാം. അങ്ങനെ പിന്നെ ഫുഡൊക്കെ ആക്കി വെച്ചതിന് ശേഷം വേഗം തന്നെ മോൾക്ക് ഫുഡ് കൊടുത്ത് പോണക്കാൾ മുന്നേ ആയിട്ട്. കാരണം രാവിലെ അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെന്താ കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ടായിരുന്നു കിച്ചനൊക്കെ. അപ്പോഴേക്കും സമയം കുറച്ചധികം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോനെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അങ്ങോട്ട് എത്തണമല്ലോ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയി. അപ്പോഴേക്കും പിന്നെ ഇക്ക വിളിച്ചു കേട്ടോ. ഓഫീസിൽ നിന്ന് കൊണ്ടുവിടാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടിയപ്പം വേഗം റെഡി ആവാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ വേഗം ഫ്രഷ് ആയിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. റൂമിൽ വന്ന് കയറിയപ്പം ആദ്യം കണ്ടത് ഇതാണ്. ഈ ഒരു ചെടി വാടിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വന്നതായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അതിന്റെ ലീഫൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ടേക്ക് മെയിൻ ആയിട്ട് വന്നത് ഈ കുറച്ച് പണികൾക്കായിരുന്നു. കുറച്ചായിട്ടായി ഈ കുപ്പികളൊക്കെ വാങ്ങിയിട്ട്. അപ്പൊ ഇത് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ തലേന്ന് വന്നപ്പം ഇതൊക്കെ അങ്ങനെ കഴുകി വെച്ചിട്ടാണ് പോയത്. അപ്പൊ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ്ടായിരുന്നു. മാത്രല്ല 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പഴയ റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ആവുമായിരുന്നു. അപ്പൊ ലാസ്റ്റ് എല്ലാം കൂടെ ബിസി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കായിരുന്നു. അപ്പോൾ ആ വലിയ ബോട്ടിലായിട്ട് ഒന്നിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ പുട്ടുപൊടിയും ഇട്ട് വെച്ചിട്ടാ. പിന്നെ ഇതുപോലെ 2 ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ചായപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അതിനിടയിൽ പിന്നെ മോന് വന്ന് ഫുഡ് കൊടുത്ത് അതുപോലെ തന്നെ അവർ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കൂട്ടാം. ഈ സമയം കൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് അപ്പോഴേക്കും പിന്നെ ഇക്ക വിളിച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ പോർട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് അപ്പോഴേക്കും രാത്രിയായി. പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ടൊന്ന് ഇറങ്ങിയിട്ടാ. ഇവിടെ ഉള്ളവർക്ക് അറിയണ്ടായിരിക്കും ഈ ഒരു പോർട്ടിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പക്ഷെ സത്യം പറയാലോ, ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് തുടങ്ങിയപ്പോൾ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ക്ലൈമറ്റും കൂടെ മാറിയപ്പോൾ പറയും വേണ്ട. പിന്നെ മക്കളൊന്ന് വിളിച്ചപ്പം പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. വിൻ്റർ സീസണൊക്കെ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടന്നിരുന്നു കേട്ടോ. ലാസ്റ്റ് വ്ളോഗിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്ന് പിന്നെ പിറ്റേന്ന് രാവിലെ സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ. മോനക്ക് മാത്രം തന്നെയാണ് ഇന്നും ക്ലാസ് ഉള്ളൂ. അപ്പം ഫുഡൊക്കെ ആക്കിയിട്ട് പിന്നെ മോനൊന്ന് കൊണ്ടാക്കാനായിട്ട് പോയി. രാവിലെ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പുറത്ത് തന്നെ കോർണിഷൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ്. പിന്നെ രാവിലത്തെ ആ ഒരു തിക്കും തിരക്കും ഫുഡാക്കലൊന്നും വീഡിയോ എടുത്തില്ല. ഇവിടെ ഒരു ഇവൻറ്റ് നടന്നിരുന്നു. അപ്പോൾ ഇക്കാക്ക് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഇവിടുന്ന് പഴയ റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ആവുകയാണ്. പോണേക്കാളും മുന്നായിട്ട് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. കിച്ചന് അതുപോലെ തന്നെ ബെഡെല്ലാം. പിന്നെ വേറെ പ്രത്യേകിച്ച് ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ. ഒരു റൂം ക്ലീൻ എല്ലാം ആക്കി. പിന്നെ ഇത് മറ്റേ റൂമാണ്. അപ്പം അവർ നമുക്ക് ബെഡെല്ലാം നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തരുമല്ലോ. അപ്പം അതുപോലെ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിലും പറ്റുന്ന പോലെ ഒന്ന് നീറ്റാക്കി ഇടുന്നുണ്ട്.
ഇതിനിടയിൽ കൂടെ തന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ അത് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമാണ് നിന്നെന്നുണ്ടെങ്കിലും അപ്പോഴിപ്പോഴൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഓഫ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഈസിയായി ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ നേരെ റൂമിൽ പോയിട്ടാ ഉച്ചക്കത്തെ ഫുഡെല്ലാം ഇന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാം കൂടെ പറ്റാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ഇട്ട് വരാം. അസ്സലാമു അലൈക്കും.